ജമ്മു കാശ്മീരിലെ ഡോഡയിൽ മേഘവിസ്ഫോടനം 4 മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. നിരവധി പേരെ കാണാനില്ല എന്നും അറിയപ്പെടുന്നുണ്ട്. എന്താണ് നിലവിലെ അവസ്ഥ? ഇപ്പോൾ പ്രദേശത്ത് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്, ദില്ലിയിലടക്കം എന്ന് മനസ്സിലാക്കുന്നു. ഭദ്ര, കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെയും കാലവർഷം തിമർത്ത് പെയ്യുകയാണ്. ഇതിൻ്റെ ഭാഗമായി തന്നെയാണ് ജമ്മു കാശ്മീരിലും കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ തന്നെയും ശക്തമായിട്ടുള്ള മഴ രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ മണിക്കൂറുകളിൽ വിവിധ മേഖലകളിൽ ശക്തമായിട്ടുള്ള മഴ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതിന് ഇടയിലാണ് ഡോഡയിൽ ഒരു മിന്നൽ പ്രളയം ഉണ്ടാവുകയും ഈ പ്രളയത്തിൽ 4 പേർ മരിച്ചതുമായിട്ടുള്ള റിപ്പോർട്ട് പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. ഈ പ്രളയത്തിൽ നിരവധി പേർ ഒഴുക്കിൽപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഈ മേഖലയിൽ തിരച്ചിൽ നടത്തുന്ന SDR സംഘങ്ങളൊക്കെ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഈ പ്രളയത്തെ തുടർന്ന് 10ഓളം വരുന്ന വീടുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും നിരവധിയായിട്ടുള്ള ജന്തുജാലങ്ങളൊക്കെ തന്നെയും ഒഴുക്കിൽപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. ഇതിനിടയിൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് വൈഷ്ണവ് ദേവി യാത്ര തീർത്ഥാടന യാത്ര നിർത്തിവെക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും വിവിധ മേഖലകളിലൊക്കെ തന്നെയും ഈ ഇത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള പ്രശ്നമാണ് അല്ലെങ്കിൽ പ്രതിസന്ധിയാണ് ഉള്ളതെന്ന് മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള അടക്കം അറിയിക്കുകയും ചെയ്തിട്ടുള്ള SDRFിൻ്റെയും NDRFിൻ്റെയും സംഘങ്ങളൊക്കെ തന്നെയും ഈ ഡോഡയിലടക്കം രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയാണ്. വിവിധ മേഖലകളിലൊക്കെ തന്നെയും ഈ നദീതീരങ്ങളിൽ ക്രമാതീതമായി ജലം ഉയരുകയും ചെയ്തിട്ടുണ്ട്. സാഗർ ഡാമിൽ ജലം ക്രമാതീതമായി ഉയരുന്ന സാഹചര്യത്തിൽ ഷട്ടറുകൾ തുറന്നുവിടുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും വിവിധ മേഖലകളിൽ താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെ ഇപ്പോൾ വെള്ളം കയറിയിരിക്കുകയാണ്. വിവിധ സേനാ വിഭാഗങ്ങളുടെ നേതൃത്വത്തിൽ തിരച്ചിൽ പുരോഗമിക്കുകയാണ്. ഭദ്ര. ശരി, അബ്ദുൾ റഷീദാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.